നാളെ ഗഗനചാരി റിലീസ് ആവാണ്. നമ്മളിവിടെ ഡയറക്ടർ അരുൺ ചന്ദ്രുണ്ട്. വെൽക്കം അരുൺ. ഹലോ. ഹായ്. അരുൺ, ഗഗനചാരി ഭയങ്കര ഹോപ്പ്ഫുൾ ആയിട്ടുള്ള ഏലിയൻ സബ്ജക്ട്, ഹ്യൂമർ ഉണ്ട് പറയുന്നു. ഇറ്റ്സ് എ മിക്സ് ഓഫ് മെനി തിങ്സ് എന്നുള്ള രീതിയിലാണ് ഇതുവരെയുള്ള റിപ്പോർട്ട്സ് ഒക്കെ. ഇറ്റ്സ് എ വെരി സില്ലി മൂവി. കുറെ സില്ലി ഹ്യൂമർ ഉള്ള, മലയാളത്തിന്റെ കുറെ പോപ്പ് കൾച്ചർ റെഫറൻസ് ഉള്ള ഒരു 90s കിഡിന് എപ്പോഴും ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറെ നമ്മളുടെ പോപ്പ് കൾച്ചർ റെഫറൻസസ് ഒക്കെ സ്പ്രിങ്കിൾ ചെയ്തിട്ടുള്ള, എന്നാൽ കുറച്ച് നമ്മുടേതായിട്ടുള്ള രീതിയിലത്തെ പാർട്ട് സയൻസ്, പാർട്ട് ഫിക്ഷൻ, പിന്നെ കുറച്ച് പൊളിറ്റിക്സ് അതൊക്കെ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരു മിക്സഡ് ബാഗ് ആണ് എല്ലാം കൂടെ, എല്ലാത്തിന്റെയും കൂടെ കളക്ഷൻസ് ഉണ്ട്. എന്തായാലും ഓൾ ടുഗദർ നമുക്ക് ഭയങ്കര സ്ട്രെയിൻ ഇല്ലാതെ, സ്ട്രെസ് ഇല്ലാതെ കാണാൻ പറ്റുന്ന പടമായിരിക്കും. ഒരു ലൈറ്റ് ഹാർട്ടഡ് ഫൺ ആയിരിക്കും പടം. ഒരു പച്ചപുതച്ച പോസ്റ്റ് അപ്പോക്കാലിപ്റ്റിക് കേരളത്തിൽ വന്നിറങ്ങിയ അന്യഗ്രഹ ജീവിയെ കാതലിച്ച സിനിഫൈലിന്റെ ഇൻഡർസ്റ്റെല്ലാർ പ്രണയകഥ ഈ വരുന്ന ജൂൺ 21 മുതൽ. എങ്ങനെ ഇങ്ങനെ ഒരു സബ്ജക്റ്റിലേക്ക് വരാനുണ്ടായിരുന്ന ഒരു കാര്യം? മുമ്പത്തെ സിനിമ സായന്റെ വാർത്ത കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സിനിമയായിരുന്നു. എനിക്ക് തോന്നുന്നു എന്റെ ഫസ്റ്റ് ഫിലിം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഇവിടെയുള്ള ആക്ച്വലി പൃഥ്വിരാജേട്ടനെ രാജുവേട്ടനെ ഞാൻ ഒരു സൈഫൈ സിയാറ്റിൽ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിന് വേണ്ടിയിട്ടുള്ള ഒരു ഒഫീഷ്യൽ ഒരു ഒരു സൈഫൈക്ക് വേണ്ടിയിട്ട് ഞാൻ അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ജോമോൺ ടി ജോൺ വഴിയാണ് ഞാൻ അപ്രോച്ച് ചെയ്തിരുന്നത്. ഐ തിങ്ക് ഇറ്റ് വാസ് ഇൻ 2015 ഓർ 16. അപ്പോൾ ആ സമയത്തെ എനിക്ക് തോന്നുന്നു അതിന് മുമ്പേ എന്നെ അറിയാവുന്നവർക്ക് എന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയ ഒരു സൈഫൈ എന്തൂസിയാസ് എന്നുള്ള രീതിയിലായിരിക്കാം മേ ബി. പണ്ട് തൊട്ടിട്ട് അതിലെ സയൻസ് ഫിക്ഷൻ ബുക്സ് ഓർ മേ ബി ഫിലിംസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുറെ നാളായിട്ട് എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ ഓഫീസ് ആദ്യം കണ്ടു കഴിയുമ്പോൾ ഓഫീസിനോട് തോന്നുന്ന ഒരു സ്നേഹമുണ്ടല്ലോ, അല്ലെങ്കിൽ ക്യാരക്ടേഴ്സിനോട് തോന്നുന്ന ഒരു സ്നേഹമുണ്ടല്ലോ. അപ്പം ആ പോയിന്റ് തൊട്ടിട്ട് എനിക്ക് മോക്യുമെന്ററി ഇന്ന് ഭയങ്കര ഇഷ്ടമുള്ള ഒരു മീഡിയം. അപ്പം എനിക്ക് തോന്നുന്നു ലാസ്റ്റ് വാട്ട് വി ഡു ഇൻ ദ ഷാഡോസ് ആണെന്ന് തോന്നുന്നു എന്നെ ഇത്രയും മോക്യുമെന്ററി എന്നുള്ള ഒരു മീഡിയമായിട്ട് ഇത്രയും അടുപ്പിച്ചത്. വാട്ട് വി ഡു ഇൻ ദ ഷാഡോസിന്റെ ഫീച്ചർ ഫിലിം, നോട്ട് ദ സീരീസ്. ടൈക്ക വതീതിയായിട്ട് ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഫിലിം മേക്കറാണ് ടൈക്ക വതീതി. അപ്പോൾ എനിക്ക് തോന്നുന്നു പുള്ളിയുടെ ആദ്യത്തെ മൂവീസ് ബോയ്, ഈഗിൾ വേഴ്സസ് ഷാർക്ക്, ഈവൻ വാട്ട് വുഡ് ഇൻ ദ ഷാഡോസ്, എല്ലാത്തിലും പുള്ളിക്ക് ഒരു ഒരു കൈൻഡ് ഓഫ് ഒരു മോക്ക് ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ ഇതിന്റെയൊക്കെ ഒരു കുറെ നാളായിട്ടുള്ള ഒരു മൈൻഡിൽ ഇങ്ങനെ ഒരു ബാഗേജ് പോലെ കിടന്ന കാര്യങ്ങളായിരിക്കാം മേ ബി എല്ലാം കൂടെ പുറത്ത് ഗേനചരി എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്തത്. ബട്ട് എന്നാലും ഒരു ഒരു കൃത്യമായിട്ടൊരു പ്ലോട്ട് പോയിന്റ് പറയുകയാണെങ്കിൽ, ശരിക്കും പറഞ്ഞാൽ കോവിഡിന്റെ സമയത്ത് നമ്മളെല്ലാവരും സ്റ്റക്ക് ആയിട്ട് ലോക്ക്ഡൌണിൽ ഇരിക്കുന്ന സമയത്ത് ഞാനും അജു വർഗീസും കൂടി ഞങ്ങളുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ ഹൗസിൽ സ്റ്റക്കായി ലോക്ക്ഡൌണിൽ. ഡെയിലി സിനിമകളുടെ ചർച്ചകൾ നടക്കുന്നു. എന്നാ പിന്നെ പറഞ്ഞു എഴുതാന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ വട്ടുകളൊക്കെ ആദ്യം ഞാൻ പറയുന്നതും എനിക്ക് ആക്സസിബിലിറ്റി ഉള്ള ഒരാളും കൂടിയാണ് പുള്ളി. അപ്പോൾ ഞാനിങ്ങനെ ഒരു ഭയങ്കര ഡാർക്കായിട്ടുള്ള ക്വയറ്റ് പ്ലേസ് പോലൊക്കെയുള്ള ഒരു ഒരു സോംബി അപ്പോക്കലിപ്സ്, മേ ബി ഒരു ഏലിയൻ അപ്പോക്കലിപ്സ് പോലത്തെ ഒരു കാര്യം സംസാരിച്ചു പുള്ളിയോട്, ഒരു തോട്ട് പറഞ്ഞു. അപ്പൊ ഞാൻ ഡെവലപ്പ് ചെയ്തിട്ടാ പറഞ്ഞത്. പക്ഷെ അത് പറഞ്ഞു പുള്ളി പറഞ്ഞത് കട്ട ഡാർക്കാണ്, ഇത് ഓൾറെഡി ഭയങ്കര സ്ട്രെസ് കോവിഡായിട്ട്, ഇനി ഇങ്ങനത്തെ പടങ്ങൾ ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർക്ക് മറ്റേ ഹൈ ബി ആയി പോകും. ഇതിന് നേരെ എന്തെങ്കിലും ഫ്ലിപ്പ് ചെയ്ത് ആലോചിച്ചുകൂടെ? പുള്ളി ഒരു വേഗമായിട്ടുള്ള നമ്മുടെ സംസാരത്തിനിടയിൽ പുള്ളി പറഞ്ഞൊരു ചെറിയ കോമഡിയാണ്, പക്ഷെ ഇപ്പോഴും എനിക്ക് ഭയങ്കര എന്റെ മൈൻഡിൽ ഇങ്ങനെ ഇപ്പോഴും ഉണ്ട്. അതായത് നമുക്ക് ഈ കിലുക്കത്തിനകത്ത് രേവതി ചേച്ചി വരുന്നതിന് ഒരു ഏലിയം വന്നാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ള രീതിയിലുള്ള ഒരു ആസ്പെക്ട് ആദ്യമായിട്ട് പിച്ച് ചെയ്തത് പുള്ളിയാ. അപ്പൊ അത് ഭയങ്കരമായിട്ടും ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ സ്വാധീനിച്ചു. അപ്പൊ ഞാനൊരു റൈറ്റർ ശിവസായും ലേറ്റർ ഈ പറഞ്ഞ ക്യാമ്പിലേക്ക് വന്നു. അങ്ങനെ ഞങ്ങളൊരു ഫസ്റ്റ് ഡ്രാഫ്റ്റ് എഴുതി. അത് അന്നത്തെ വർക്കിംഗ് ടൈറ്റിൽ അതിഥി എന്നായിരുന്നു. സോ ഞങ്ങൾ അതിഥിയിൽ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വൺസ് ഒന്ന് പ്രോജക്റ്റ് ആയപ്പോൾ ഞങ്ങളത് രജിസ്റ്റർ ചെയ്യാൻ കൊണ്ടുപോയപ്പം അതിഥി ദ നെയിം വാസ് ഓൾറെഡി ടേക്കൺ. അപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയാൻ നിൽക്കുമ്പോൾ ഞാൻ റൈറ്റർ സിന്ധുരാജേട്ടനുണ്ടല്ലോ, നമ്മുടെ പഠിച്ചു കയറി വായിലൊക്കെ ഭയങ്കര ഹിറ്റ് നിൽക്കുന്ന സിന്ധുരാജേട്ടന് ഞാനോട് വേറൊരു മൂവിയുടെ ട്രക്കിയുമായിട്ട് ബന്ധപ്പെട്ട് റാന്നി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിൽക്കുക. അപ്പോൾ റാന്നിയിൽ ഞങ്ങൾ നിൽക്കുമ്പോൾ എനിക്കിങ്ങനെ കോൾ വന്നു, സോറി നമുക്ക് ഈ അതിഥി അവൈലബിൾ അല്ല, വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്ന് ചോദിച്ചപ്പം തലേ ദിവസം ഞാൻ ഗന്ധർവം കണ്ട ഓർമ്മയിലാണ് തോന്നുന്നത്. ഞാൻ ചോദിച്ചു ഗഗനചാരി എന്നുള്ള പേരിട്ടാലോ. സോ അത് കേട്ടിട്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. സുന്ദരാചേട്ടൻ വാസ് സോ പോസിറ്റീവ്. പുള്ളി പറഞ്ഞടാ, ഏലിയൻ ഇടാനായിട്ട് മലയാളത്തിൽ വേറെ നല്ല പേരൊന്നും ഉണ്ടാവില്ല, ധൈര്യമായിട്ട് ഇട്ടോ. അപ്രൂവ്ഡ് ബൈ പത്മരാജൻ സാർ. അങ്ങനെ അതാണ് അതിന്റെ പുറകിലുള്ള സ്റ്റോറി.
ഇൻട്രസ്റ്റിംഗ്. ഇതിന്റെ ഏറ്റവും മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഏരിയ ഇതിന്റെ കാസ്റ്റിംഗ് ആണ്. കാസ്റ്റിംഗ് ഭയങ്കര രസമായിട്ട് തോന്നി. വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഗണേഷ് കുമാർ ഓൺ വൺ സൈഡ്, ഗോകുൽ. ഐ ഹേർഡ് ദാറ്റ് ഗോകുൽ ഇസ് ഡൂയിങ് വണ്ടർഫുൾ ഇൻ ലോട്ട് ഓഫ് ഹ്യൂമർ, കോമഡി സബ്ജക്ട് വെച്ചിട്ട് ചെയ്തിട്ടുണ്ടെന്ന് കേട്ടു. ആൻഡ് അജു ഇസ് ദർ ആൻഡ് അനാർക്കലി. കാസ്റ്റിംഗിനെ കുറിച്ചൊന്ന് പറയോ? കാസ്റ്റിംഗിൽ എനിക്ക് ആക്ച്വലി വലിയ ലക്ഷ്യമൊന്നും ഇല്ല. കാസ്റ്റിംഗിൽ എനിക്ക് ഉണ്ടായിരുന്നില്ല. അതായത് സാജൻ എന്നൊക്കെ അത്രയും തിയേറ്ററിലും ഒരു നല്ലൊരു ഒപ്പീനിയൻ, ഒരു മിക്സഡ് ഒപ്പീനിയൻ കളക്ട് ചെയ്തൊരു പടമാണ്. അപ്പോൾ സാജനിൽ പക്ഷെ എനിക്കുണ്ടായിരുന്ന ടേക്ക് അവേസ് എന്ന് പറയുന്ന കുറച്ച് നല്ല ഫിലിം മേക്കിംഗ് എക്സ്പീരിയൻസും പിന്നെ ഗണേഷ് സാറുമായിട്ടുള്ളൊരു ബന്ധമൊക്കെ ആയിരുന്നു. അപ്പം ഗണേഷ് സാർ വഴിയാണ് ഗണേഷ് കുമാർ സാറിന്റെ നെഫ്യൂനെ പരിചയപ്പെടുന്നത്, നമ്മുടെ കോ റൈറ്ററിനെ പരിചയപ്പെടുന്നു. ഞങ്ങൾ അങ്ങനെ കുറെ നാള് ഇങ്ങനത്തെ കുറച്ച് ഞങ്ങൾ ഒരു വലിയ സൈഫൈ, ഒരു റിക്ക് ആൻഡ് മോർട്ടി കൈൻഡ് ഓഫ് ഒരു ബിഗ് സൈഫൈ എഴുതിയിട്ടാണ് ഞങ്ങൾ ഗേനചാരി പോലത്തെ ഒരു ചെറിയ സൈഫൈ എഴുതിയത്. ആക്ച്വലി ഞങ്ങൾ 2 സിനിമകൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗണേഷ് കുമാർ സാറിന് ഉള്ള ഒരു ആക്സസിബിലിറ്റി, എനിക്ക് തോന്നുന്നു മലയാളികൾക്ക് ഗണേഷ് കുമാർ സാറിനെ കുറച്ചുകൂടി ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു രീതിയിലായിരിക്കും നമ്മളൊക്കെ പുള്ളി ആലോചിക്കുക. പക്ഷെ അറിയാവുന്നവർക്കറിയാം ഭയങ്കര പോപ്പുലർ കൾച്ചർ നോളജ് ഉള്ള മലയാള സിനിമയുടെ എൻസൈക്ലോപീഡിയയാണ്. അപ്പൊ പുള്ളി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഒരിക്കലും ഒരു സെറ്റിലും വെറുതെ ഇരുത്തില്ല. നമ്മളോട് ഇങ്ങനെ കഥ പറഞ്ഞുകൊണ്ടേ ഇരിക്കും. അതും പഴയ ലെജൻഡറി ആൾക്കാരുടെ കഥ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് നമ്മളോട് ഇരുന്നിട്ട്. നമ്മൾ ടേക്കിന് തൊട്ട് ഒരു മിനിറ്റ് മുമ്പ്, ഈവൻ ടേക്കിന് ക്യാമറ റെഡി ആയി കഴിഞ്ഞു കഴിഞ്ഞാലും സിനിമോട്ടോഗ്രാഫർ ഇങ്ങനെ വെയിറ്റ് ചെയ്യും ഈ കഥ തീരാൻ വേണ്ടിയിട്ട് സാറിന്. കാരണം സാറിന് കഥ പറഞ്ഞ് തീർത്തോണ്ടിരിക്കുകയായിരിക്കും അവിടെ. ഇത് സാർ ഭയങ്കര രസമായിട്ട് ഭയങ്കര കോമഡിയിൽ തന്നെ അവതരിപ്പിക്കും. അപ്പം അങ്ങനെ സാറുമായിട്ടുള്ളൊരു എനിക്ക് സാജന്റെ സമയത്ത് നമ്മൾ ആ ഒരു കോമഡിയുടെ ഒരു സോണിലുള്ള ഒരു പരിപാടിയാണ് സാറിനെ കൊണ്ട് നമ്മൾ ചെയ്യിപ്പിച്ചത്. അപ്പൊ എനിക്ക് ഇതിനെ സാറിനൊന്ന് ഫുൾ ഫ്ലെഡ്ജ് ആയിട്ടൊന്ന് അഴിച്ചു വിട്ടാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഈ കഥാപാത്രം വന്നപ്പം വി ഹാഡ് നോബഡി. എനിക്ക് തോന്നുന്നു ആരെയും നമ്മൾ ആലോചിച്ചിട്ടില്ല. നമ്മൾ സാറിലേക്ക് തന്നെയാണ് നമ്മൾ അന്ന് തൊട്ടിട്ട് നമ്മൾ ആലോചിച്ചിരുന്നത്. പിന്നെ എനിക്ക് അജുവേട്ടൻ ഈ പറഞ്ഞ പോലെ കമ്പനി ആർട്ടിസ്റ്റ് എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. മറ്റേ ഒന്നും കിട്ടിയില്ലെങ്കിലും നേരെ അങ്ങോട്ട് പോകാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്നു. ബട്ട് എന്നാലും ഗോകുലിന്റെ കാര്യം പറയുകയാണെങ്കിലും എനിക്ക് തോന്നുന്നു സായന വാർത്തകൾ തൊട്ടിട്ട് തന്നെ ഞങ്ങൾക്ക് ഒരേ രീതിയിലുള്ള തോട്ട്സ്, ഞങ്ങളുടെ ഈ കോൺസ്പിറസി തിയറീസ് ഒക്കെ ഏറ്റവും കൂടുതൽ മ്യൂച്വലി ഷെയർ ചെയ്യുന്നത് ഗോകുലിന്റെ അടുക്കലൊക്കെയാണ്. അപ്പം ഭയങ്കര ഈ ഒരു പ്രോ എൻവയോൺമെന്റൽ ഗൈയാണ് ഗോകുൽ. ഭയങ്കരമായിട്ട് ഈ എൻവയോൺമെന്റിന് വേണ്ടിയൊക്കെ സംസാരിക്കുന്ന, എപ്പോഴും തോട്ട്സിലും നമ്മളുടെ സംസാരത്തിലൊക്കെ ഉള്ളത്. അപ്പൊ നമ്മൾ ഈ ഒരു പോസ്റ്റ് അപ്പോക്കാലിപ്സ് ഒക്കെ പറയാന്ന് പറഞ്ഞപ്പോൾ തന്നെ ഈവൻ ഗോകുലിനോട് ഡിസ്കഷൻസ് ഒന്നും എനിക്ക് ഒരിക്കലും കഥ പിച്ച് ചെയ്യലൊന്നും അല്ല ഗോകുലിനോട്. ഒക്കെ എനിക്ക് എപ്പോഴും നല്ല എക്സ്ചേഞ്ചസ് കിട്ടുന്ന, കുറെ അധികം ഫീഡ്ബാക്സ് കിട്ടുന്ന പോലത്തെ സിറ്റിംഗ്സ് ആണ് ഗോകുലിനോട് എപ്പോഴും ഉണ്ടാകുക. പിന്നെ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു അപ്പം ഗോകുലിനോട് ശരിക്കും പറഞ്ഞാൽ കഥ പറഞ്ഞ് എനിക്ക് ഇത് നമുക്ക് ചെയ്യാമെന്ന് ചോദിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. അനാർക്കലിയാണ് അങ്ങനെ ഞാൻ സമീപിച്ചിട്ടുള്ളത്. എന്റെ ക്യാമ്പിൽ പുതുതായിട്ട് വന്ന ആളാണ്. ബട്ട് അഗെയിൻ ഞാൻ ആദ്യമായിട്ട് അനാർക്കലി കാണുമ്പോൾ പുള്ളിക്കാരി ഒരു എക്സ്പൾസ് ഒക്കെ എടുത്ത് ഭയങ്കര ഒരു ടോംബോയി ആയിട്ടാണ് കാണാൻ വരുന്നത്. അപ്പം നമ്മുടെ മൈൻഡിലും നമുക്ക് ആ രീതിയിലുള്ള ലൂസിക്കകത്തോ ലൈനോ ഫ്ലെക്സിനകത്തൊക്കെയുള്ള ഒരു ചാർലീസ് തെറോൺ, ഒരു മാത്തോർമോൺ പോലത്തെ ഒരാളായിരുന്നു നമുക്ക് വേണ്ടത്. അപ്പം ആ രീതി തന്നെ നമ്മുടെ മുമ്പിലോട്ട് വന്ന് ചെയ്തത്. നമ്മൾ പണ്ട് പറയില്ലേ മറ്റേ RGBയുടെ ഫ്രണ്ടിൽ രാംഗോപാൽ വർമ്മയുടെ ഫ്രണ്ടിൽ വിവേക് ഒബ്രോയി മറ്റേ വില്ലനായിട്ട് കയറി വന്നെന്ന് പറഞ്ഞ പോലെ ഷി വാസ് ഓൾറെഡി ഇൻ ക്യാരക്ടർ എൻ്റെ മുമ്പിൽ വരുന്ന സമയത്ത്. ഞാൻ 2 കാസ്റ്റിംഗ് ആണ് നടത്തിയത്. ഒന്ന് പുള്ളിക്കാരിയും പിന്നെ പുള്ളിക്കാരുടെ ബൈക്കിനെയും. ഞാൻ ചോദിച്ചാൽ ഞങ്ങൾക്ക് ബൈക്കും തരാമോ? ഭയങ്കര കൂളാണ് പുള്ളിക്കാരി വർക്ക് ചെയ്യാനായിട്ട്. ഓൾസോ എന്റെ ക്യാമ്പിൽ ഇനി ഭയങ്കര കോൺസ്റ്റന്റ് ആവും എന്ന് ഞാൻ വിചാരിക്കുന്ന ഒരു ആർട്ടിസ്റ്റും കൂടിയാണ് അനാർക്കലി. വേറൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ അനാർക്കലിയുടെ ഹെയർ സ്റ്റൈലാണ്. മന്ദാകിനി ഓടിക്കൊണ്ടിരിക്കുന്ന അറ്റ് ദ സെയിം ടൈം നെക്സ്റ്റ് ഫിലിം ഈസ് കമ്മിങ്. പുള്ളിക്കാരുടെ ഹെയർ സ്റ്റൈലിനെ കുറിച്ച് ഒന്ന്, അതെങ്ങനെയാ അങ്ങനെ ഒരു ഡിസൈൻ വന്നത്? ഞാൻ പുള്ളിക്കാരി കാണുന്ന സമയത്ത് ഷോർട്ട് ഹെയർ ആയിരുന്നു. അപ്പൊ നമുക്ക് അതിൽ കളർ ചെയ്യണമെന്നും ചെറിയ വേണം ഉണ്ടായിരുന്നു. അപ്പോ ഇപ്പൊ നമുക്ക് എനിക്ക് തോന്നുന്നു നമ്മുടെ മൂവി ആക്ച്വലി 2020 ഷൂട്ട് തുടങ്ങിയ പടമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അന്ന് അനാർക്കലി കാണുന്ന പോലെ അല്ല ഇന്ന് കാണാനായിട്ട്. ഭയങ്കര വ്യത്യാസമുണ്ട്. പക്ഷെ ഇപ്പം ഭയങ്കര നോക്കുമ്പോൾ ഭയങ്കര വേഴ്സറ്റാലിറ്റി ഫീൽ ചെയ്യുന്ന പോലെ അടുപ്പിച്ച് 2 റിലീസസ് വന്നപ്പോൾ നമുക്ക് തന്നെ കാണാൻ ഭയങ്കര സന്തോഷമുണ്ട്. ബിക്കോസ് പുള്ളിക്ക് 2 ഭയങ്കര പോളാർ ഓപ്പോസിറ്റ് ഉള്ള 2 ടൈപ്പ് ക്യാരക്ടേഴ്സ് ചെയ്യുന്നു. അപ്പോ അന്ന് ശരിക്കും പറഞ്ഞ പുള്ളിക്കാരി അനാർക്കലിയുടെ ഒരു ഈ സ്കാർലറ്റ് ജോഹാൻസന്റെ ഒക്കെ നമ്മളൊരു ഹെയർ സ്റ്റൈലൊക്കെ നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരുന്നു. നമ്മൾ സ്കെച്ച് ചെയ്ത സമയത്ത് നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരുന്നു. ഈവൻ അങ്ങനെ നമ്മൾ കണ്ടപ്പോൾ തന്നെ നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഹെയറിൽ നമുക്ക് കുറച്ച് കളറൊക്കെ അടിക്കാൻ പറ്റുന്നുള്ളത്. ബട്ട് അഗെയിൻ ഈ ഒരു ഏലിയനായിട്ട് നമ്മൾ പ്ലേ ചെയ്യുന്ന സമയത്ത്
ഞങ്ങള് പ്രീ ജഡ്ജ്മെന്റിൽ നമ്മൾ കരുതിയിരുന്ന പല കാര്യങ്ങളുണ്ടായിരുന്നു. ഒരു ആർട്ടിസ്റ്റ് ഇങ്ങനെ പറയാൻ ചാൻസ് ഉണ്ട്, ഒരു ആർട്ടിസ്റ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡിമാൻഡ്സ് വെക്കാൻ ചാൻസ് ഉണ്ട്. കാരണം അങ്ങനത്തെ കുറച്ച് കഥാപാത്രം പടം കാണുമ്പോൾ മനസ്സിലാവും കുറച്ച് ബോൾഡാണ്. അതേപോലെ തന്നെ ഭയങ്കര കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ള പരിപാടീസ്. നമ്മളൊരു 8 നില ഉയരത്തിൽ നിന്നൊക്കെ പുള്ളിക്കാരിയെ റോപ്പിൽ കെട്ടി തൂക്കിയിട്ട് ഇടേണ്ട വന്നിട്ടുണ്ട് സ്റ്റണ്ടിനൊക്കെ. ഞാൻ ക്യാരി ചെയ്തുകൊണ്ട് പോയ കുറെ എന്റെ ഇൻഹിബിഷൻസ്, മേ ബി എന്റെ കുറെ പ്രീ ജഡ്ജ്മെന്റ് ഒക്കെ അനാർക്കലി തകർത്ത് കളഞ്ഞു. അപ്പോ അങ്ങനെ ഒരു ആർട്ടിസ്റ്റ് ആണ്. എനിക്ക് മുടി മാത്രമല്ല സംസാരിക്കുള്ളൂ, അടിമുടി സംസാരിക്കാനുണ്ട് പുള്ളിക്കാരി. Krishna, of course, proven ആണ് ഫ്രം ദ ഫസ്റ്റ് ഫിലിം. വെച്ച് ഫസ്റ്റ് ഫിലിം വൃത്താകൃതിയിൽ ചിത്രം ആണ് നമ്മൾ കാണുന്നത്. അതിനുശേഷം അവസവ്യൂവർ ആണെങ്കിലും ഹി സ്കോർഡ് ദാറ്റ് വെൽ, ആസ് ഇൻ അവാർഡ് എന്നുള്ള നിലയ്ക്കും ആളുകളും കണ്ട് അപ്രീഷിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫിലിമാണ്. ഇറ്റ്സ് എ ഡിഫറെന്റ് ജോൺറ. ഏത് ജോൺറ പെടണം എന്നുള്ള രീതിയിൽ ഈ പറഞ്ഞ ഒരു ഡൗട്ട് ഉള്ള. സോ ഹൗ കം ഹി പ്രൊഡ്യൂസ് ദിസ്? എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറാണ് കൃഷ്ണദേട്ടൻ. കൃഷ്ണദേട്ടനെ ആക്ച്വലി ആജുവേട്ടൻ വഴി തന്നെയാണ് ഞാൻ പരിചയപ്പെടുന്നത്. അപ്പോൾ കൂട്ടത്തിൽ ഒരു വട്ടൻ ഉണ്ടെന്നെന്തോ ആജുവേട്ടൻ പറഞ്ഞു എന്നാണ് ആദ്യമായിട്ട് ചേട്ടൻ പറയുന്നത്. എങ്കിലും ഫസ്റ്റ് എനിക്ക് തോന്നുന്നു നമ്മള് പടം കൃഷ്ണദേട്ടൻ കണ്ടു കഴിഞ്ഞപ്പോൾ കൃഷ്ണദേട്ടൻ അതിനകത്ത് കുറച്ച് പോസിബിലിറ്റീസ് ഉണ്ടെന്ന് തോന്നി. അങ്ങനെയാണ് കൃഷ്ണദേട്ടൻ എന്നെ വിളിക്കുന്നത്. അപ്പൊ അതിനു മുമ്പ് തന്നെ എനിക്ക് ഭയങ്കര ഹ്യൂജ് റെസ്പെക്ട് ഉള്ള ഒരു ഡയറക്ടറാണ്. ഞാൻ എന്റെ മെന്ററായിട്ട് കരുതുന്ന, ഇപ്പൊ എന്റെ പേഴ്സണലി ഞാൻ മെന്ററായിട്ട് കരുതുന്ന ഒരാളും കൂടിയാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എനിക്ക് വിനീതേട്ടൻ, വിനീത് ശ്രീനിവാസൻ, പ്രശാന്ത് പിള്ളൈ, കൃഷ്ണദേട്ടൻ, 3 പേരും എനിക്ക് മെന്റേഴ്സിനെ പോലെയാണ്. അപ്പൊ കൃഷ്ണദേട്ടൻ ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു മൊത്തത്തിലൊരു യൂണിവേഴ്സിറ്റി പോയി തിരിച്ചിറങ്ങിയ ഒരു ഫീൽ ഉണ്ട് ഇപ്പൊ കൃഷ്ണദേട്ടൻ്റെ വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ. നമ്മളോട് ഭയങ്കരമായിട്ടും നമ്മളുടെ മ്യൂസിക്കും നമ്മുടെ മൂവി ഒന്നും നമ്മളെ ഫെസ്റ്റിവലിന് പോയ വേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി വെസ്റ്റേൺ, അതായത് നമ്മൾ US-ലും യൂറോപ്പിലുള്ള ഫെസ്റ്റിവൽസിലാണ് കൂടുതൽ പോയിരുന്നത്. അപ്പൊ ആ സമയത്ത് നമ്മൾ കുറച്ചുകൂടി അവിടുത്തെ ഓഡിയൻസിന് ഒരു സൗത്ത് ഏഷ്യൻ സിനിമ അവർ പെർസീവ് ചെയ്യുന്ന രീതി ഉണ്ടാവുമല്ലോ, അതിന് അനുയോജ്യമായുള്ള രീതിയിലാണ് നമ്മൾ ആ മൂവിയെ പാക്ക് ചെയ്തിരുന്നത്, നമ്മൾ പ്രസന്റ് ചെയ്തിരുന്നത്. സോ ഭയങ്കര ഇന്ത്യനൈസ് ചെയ്തിട്ടുള്ള ഇന്ത്യൻ എലമെന്റ്സ് ഉള്ള മ്യൂസിക്, അതേപോലത്തെ കുറച്ച് ഫെസ്റ്റിവലിന് വേണ്ടിയിട്ടുള്ള രീതിയിലത്തെ എഡിറ്റ് പാറ്റേൺ, അതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിൽ നിന്ന് ഒരു പ്രോപ്പർ ആയിട്ട് ഒരു തിയേറ്ററിക്കൽ രീതിയിലേക്കൊന്ന് അതിനെ ഫുൾ പാക്ക് ചെയ്യാനായിട്ട് കൃഷ്ണദേട്ടനാണ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ. അപ്പൊ ആ സമയത്ത് പുള്ളിയുടെ ഇൻപുട്സിനൊക്കെ ഞാൻ ഫോർവേഡ് താങ്ക്ഫുൾ ആണ്. അതിനേക്കാൾ ഉപരി ഒരു ഫിലിം മേക്കർ എന്നുള്ള രീതിയിൽ നമുക്കതൊക്കെ പറഞ്ഞു തരാനും നമ്മുടെ കൂടെ നിൽക്കാനും ഇറ്റ് നീഡ്സ് ഒരു ഭയങ്കര നല്ല മൈൻഡ് വേണം. അതൊന്നും കാശ് കൊടുത്താലോ അല്ലെങ്കിൽ നമ്മൾ എത്ര ആൾക്കാരെ ഹയർ ചെയ്യാൻ പറ്റി കഴിഞ്ഞാലും കിട്ടാത്ത കാര്യങ്ങളാണ്. അപ്പം ഫോർ എവർ താങ്ക്ഫുൾ കൃഷ്ണദേട്ടനോട് ആ കാര്യത്തിൽ. ഒരു പബ്ലിക്കലി ഉള്ള അക്നോളജ്മെന്റ് അല്ല, പുള്ളിക്ക് അത് അറിയാം. എന്നാലും ഇങ്ങനെ പ്ലാറ്റ്ഫോം കിട്ടുമ്പോഴൊക്കെ മേ ബി നമുക്കിത് ഭയങ്കര ഹാർട്ട് ഫിൽട്ടായിട്ട് പറയാൻ പറ്റുള്ളൂ, അതുകൊണ്ട് പറയുന്നതാണ്. കാസ്റ്റിംഗിന്റെ സമയത്ത് അങ്ങനെയുള്ള ചിന്തകൾ വന്നിട്ടുണ്ടായിരുന്നു, ലൈക്ക് കുറെ കൂടി പോപ്പുലാരിറ്റി ഉള്ള അങ്ങനെയൊന്നും ചിന്ത വന്നിട്ടില്ല എന്നാണ് എനിക്ക് ഇപ്പോഴത്തെ കാസ്റ്റിംഗ് കണ്ടിട്ട് തോന്നുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ യു ആർ ഹാപ്പി വിത്ത് ദ പീപ്പിൾ ഹൂം യു ഹാവ് ബീൻ വർക്കിംഗ്, അതിന്റെ ഒരു എക്സ്പ്ലോർ ചെയ്യാന്നുള്ള രീതിയിലാണ് എനിക്ക് കാണുമ്പോൾ തോന്നുന്നത്. പക്ഷെ ഒരു സാറ്റലൈറ്റ് അങ്ങനെ അല്ലെങ്കിൽ ഇപ്പോൾ OTT അങ്ങനെ കുറെ ഡിമാൻഡ്സ് ഉണ്ടാവുമല്ലോ, ലൈക്ക് വെൻ യു ഗെറ്റ് സ്റ്റെപ്പ് ഓൺ ടു ദ ഇൻഡസ്ട്രി, അവിടെ വരുമ്പോഴാണ് എല്ലാവരും പതറുന്നതും കുറച്ച് ബുദ്ധിമുട്ട് വരുന്നത്. സോ ഹൗ ഡിഡ് യു ഫേസ് ഇറ്റ്? ശരിക്കും പറഞ്ഞാൽ നമ്മൾ കോവിഡിന്റെ ടൈമിൽ ഇത് നമ്മുടെ ഈ സൈക്കോളജി ഭയങ്കര ഡിഫറെന്റ് ആയിരുന്നല്ലോ. നമ്മൾ ലോക്ക്ഡൌണിലായിരുന്ന സമയത്ത് ഈ അൺസർട്ടനിറ്റി മൊത്തത്തിലൊരു പോസ്റ്റ് അപ്പോക്കാലിപ്റ്റിക് ഒരു സമയമായിരുന്നല്ലോ. അപ്പൊ നമ്മൾ അതുകൊണ്ട് തന്നെ ഒരു ഒരു ഡെയറിംഗ് ആയിട്ടുള്ള അറ്റംപ്റ്റ് എന്നുള്ള രീതിയിലൊന്നും ഞാൻ ഗഗനചേരി ആലോചിച്ചിട്ടില്ല. ബിക്കോസ് ഞാൻ ഡേ ടു ഡേ ലൈഫിൽ മറ്റേ ചതിക്കാതെ അതിനകത്ത് മറ്റേ തറവാണ്ട് ഫ്രണ്ടിലേക്ക് പറക്കം നൽകി വന്ന് ഇറങ്ങിയെന്ന് പറഞ്ഞ പോലെ ഞാൻ എന്ത് കഥ വന്നു പറഞ്ഞു കഴിഞ്ഞാലും ഗൂഗിളൊക്കെ പറയും ഒരു കോൺസ്പിറസി തിയറിയിലോ ഒരു എക്സ്ട്രാ ടെറസ്ട്രിയൽ ആയിട്ടുള്ള എന്തെങ്കിലും എലമെന്റിലൊക്കെ വന്ന് നിൽക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കാസ്റ്റ് ചെയ്യുന്ന സമയത്തും അല്ലെങ്കിൽ അതിന്റെ ഒരു ബിസിനസ് രീതിയിൽ നമ്മൾ ആലോചിച്ച സമയത്തും അന്ന് നമുക്ക് OTT സാധ്യത കോവിഡിന്റെ ടൈമിൽ ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു. ശരിക്കും ഒരു OTT ബൂം നടന്ന ഒരു ടൈം കൂടിയായിരുന്നല്ലോ. അപ്പോൾ നമ്മളൊരു പ്രതീക്ഷ ഇതൊരു OTT സബ്ജക്റ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ ഇത് വിൽക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ഷൂട്ട് ചെയ്ത് തുടങ്ങിയതൊക്കെ. അപ്പോൾ ഷൂട്ട് ചെയ്ത് തുടങ്ങുന്ന സമയത്തും നമുക്ക് അങ്ങനത്തെ ഒരു പ്രോസ്പെക്ട്, അതായത് ഇതിന് വേണ്ടിയിട്ട് വലിയ ആർട്ടിസ്റ്റിനെ കൊണ്ടുവരണം എന്നുള്ളൊരു ആഗ്രഹം ഒന്നാമത്തെ ഇല്ലാത്തതിന്റെ കാര്യം ഒരു ഇൻട്രോവേർട്ട് ആയതിന്റെ പേരിൽ പുതിയ ആൾക്കാരെ മീറ്റ് ചെയ്യാനും സംസാരിക്കാനും ഒക്കെ മടിയാണ്. ഇപ്പൊ തന്നെ ഇവിടെ ഇരിക്കുന്നത് മറ്റേ വല്ലാതെ എങ്ങനെയൊക്കെയോ ഒരു എനർജിയൊക്കെ സംഭവിച്ചാണ് ഇവിടെ ക്യാമറ ഫ്രണ്ടിൽ ഇരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ പുതിയ ആൾക്കാരെ മീറ്റ് ചെയ്യാനുള്ള മടി കൊണ്ടിട്ടും ഒക്കെ ആയിരിക്കാം മേ ബി എനിക്ക് തന്നെ അറിയാവുന്ന കംഫർട്ട് സോണിലുള്ള എന്റെ പരിചയത്തിലുള്ള ആൾക്കാരുമായി നമ്മൾ പിന്നെ അസോസിയേറ്റ് ചെയ്യുന്നത്. സോ അതൊരു നല്ലതാണോ ചീത്തയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നാലും നമുക്ക് അറിയാവുന്ന ആൾക്കാരിലെ ബിഹേവിയർ, അതായത് അവര് ഓഫ് ദ സ്ക്രീൻ അവർ ബിഹേവ് ചെയ്യുന്ന സാധനമൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് അവരെ കൊണ്ട് നമ്മൾ ഓൺ ദ സ്ക്രീനിൽ പിന്നെ നമുക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഒക്കെ ട്രൈ ചെയ്യാൻ പറ്റും. അപ്പം ആ രീതി ഗോകുലൊക്കെ വളരെ സീരിയസ് ആയിട്ട് മാത്രം ക്യാമറയുടെ ഫ്രണ്ടിൽ അല്ലെങ്കിൽ അച്ഛന്റെ ആ ഒരു പേഴ്സോണ ക്യാരി ചെയ്യുക, ആവശ്യത്തിൽ കൂടുതൽ ക്യാരി ചെയ്യേണ്ടി വരുന്ന, അല്ലെ അതിന്റെ പേരിൽ മാത്രം നോക്കി
വ്യക്തിയും കൂടിയാണ് ഗോകുൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ അതല്ലാതെ വളരെ രസമുള്ള രീതിയിൽ ഹ്യൂമർ പറയുന്ന, ഭയങ്കര രസമായിട്ട് ആൾക്കാരെ അനുകരിക്കുന്ന, മിമിക് ചെയ്യുന്ന ആളാ ഗോകുല്. അപ്പം അങ്ങനത്തെ സൈഡൊക്കെ നമ്മളിങ്ങനെ ഓഫ് ദി സ്ക്രീൻ വളരെ ക്ലോസ് സർക്കിൾ ഇരുന്ന് കാണുന്ന സമയത്ത് നമ്മൾ ഈ ആലോചിക്കും ഏതെങ്കിലും പടത്തിൽ ഇതൊക്കെ കൊണ്ടുവരണം. അപ്പൊ അങ്ങനെയാണ് അതിലേക്കൊക്കെ സത്യം പറഞ്ഞ കാസ്റ്റിംഗിലേക്കൊക്കെ വരുന്നത്. അപ്പോൾ ഇതിലുള്ള ആർട്ടിസ്റ്റുകൾക്കൊന്നും രണ്ടാമതുള്ള ചോയ്സസ് എനിക്കില്ലായിരുന്നു. ഇറ്റ് വാസ് ഓൾവേസ് ദം ഉള്ളി. അതെനിക്ക് ഇപ്പോഴും ഇതിങ്ങനെ ഫൈനൽ മൂവി ആയിട്ട് കാണുന്ന സമയത്തും എനിക്ക് അതിന്റെ ഒരു നമ്മൾ ഒരു ഒരു സീഡ് എന്നുള്ള രീതി നമ്മൾ ആലോചിച്ച് ആദ്യം തുടങ്ങുന്ന സമയത്ത് നമ്മളുടെ കോ റൈറ്ററിനോടോ നമ്മുടെ ഫ്രണ്ടിനോടോ നമ്മൾ എടാ ഇവർ വന്നാൽ എങ്ങനെ ഉണ്ടാവും എന്ന് ചോദിച്ചാൽ അതേ ചോദ്യം തന്നെയാണ് ഞാൻ ഇപ്പോഴും സ്റ്റിക്ക് ചെയ്ത് നിൽക്കുന്നത്. അതിപ്പോഴും അങ്ങനെ തന്നെ ആയതിൽ ആ ഒരു ഭയങ്കര സന്തോഷമുണ്ട്. ആൾക്കാർ ഇത്രയും കൂടെ നിന്നതിലും ഇവിടെ വരെ വന്ന സമയത്ത് ഇപ്പൊ ഗണേഷ് കുമാർ സാറിനെ എനിക്ക് തോന്നുന്നു നാളെ പടം ഇറങ്ങി കഴിഞ്ഞാൽ കുറെ പേര് സംസാരിക്കാൻ ചാൻസ് ഉണ്ട് പുള്ളിയുടെ. പുള്ളി കുറെ നാൾക്ക് ശേഷം ഇങ്ങനെ ഭയങ്കര ഓപ്പൺ ആയിട്ട് പുള്ളി കുറെ കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പുള്ളിയുടെ നമ്മൾ ആലോചിക്കുന്ന സമയത്ത് പുള്ളിയുടെ ഒരു പൊളിറ്റിക്കൽ അല്ലെങ്കിൽ പുള്ളിയുടെ നേച്ചർ വെച്ചിട്ട് പുള്ളി ഒരിക്കലും ചെയ്യില്ല എന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ ചുമ്മാ പുള്ളി കൂളായിട്ട് അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്. ക്യാരക്ടർ കാണുമ്പോൾ നമുക്ക് പഴയ ഒരു സൈക്കോ ഇരകളിലെ ഒരു കളർ സ്കീമും ഇതൊക്കെ വെച്ചിട്ട് അങ്ങനെ അങ്ങനെ പെട്ടെന്ന് ഫസ്റ്റ് ലുക്ക് അങ്ങനെ ഒരു തോന്നിയിരുന്നു. സോ ഇങ്ങനെ ഒരുപാട് പ്രതീക്ഷ തോന്നുന്നുണ്ട് ഇപ്പൊ. അനാർക്കിലിയുടെയും അജുവിന്റെയാണ് പിന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ പറയാനായിട്ടുള്ളതെന്ന് തോന്നുന്നു. അപ്പോൾ അജുവിന്റെ ക്യാരക്ടർ ഞങ്ങളെപ്പോഴും ഞാൻ അജുവിന്റെ ക്യാരക്ടറിന്റെ ഞങ്ങളൊരു കോർ റെഫറൻസ് വാസ് സ്റ്റിഫ്ലർ, അമേരിക്കൻ പൈയിലെ. അപ്പം നമ്മളെപ്പോഴും അജുവിന് ചുമ്മാ നമ്മളുടെ ഒരു ബാച്ചിലർ ഡേയ്സിലൊക്കെ എനിക്ക് തട്ടത്തിൽ പറയുന്ന സമയം തൊട്ടുള്ള പരിചയമാണ്. അപ്പൊ നമ്മള് പണ്ടും ചുമ്മാ സ്റ്റിഫ്ലർ എന്ന് വിളിക്കുന്ന ഒരാളായിരുന്നു അജുവിന്റെ ആ ഒരു നടപ്പും സ്വാഗും ഒക്കെ. അപ്പൊ ഞങ്ങള് ചെയ്തു തുടങ്ങിയ സമയത്ത് തന്നെ ഞാൻ പറഞ്ഞത് കുറച്ച് വെയിറ്റ് ഷെഡ് ചെയ്യണം. എനിക്ക് തോന്നുന്നു പുള്ളി കുറെ നാൾക്ക് ശേഷം ഭയങ്കര യങ് ആയിട്ടും ഭയങ്കര വൈബ്രന്റ് ആയിട്ട് കാണുന്ന ഒരു ഫിലിം കൂടി ആയിരിക്കും ഇത്. മൊത്തം ഒരു സ്റ്റിഫ്ലറിന്റെ സ്വാഗിലായിരുന്നു സെറ്റിൽ മൊത്തം ഉണ്ടായിരുന്നു. കുറെ പിന്നെ എനിക്ക് പുള്ളിയുടെ ഒരു പുള്ളി മറ്റു ഇന്റർവ്യൂവിൽ അത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. എന്നാൽ പോലും സ്ക്രിപ്റ്റ് അധികം വായിക്കാത്ത, സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ എന്താ പറയാ ചുണ്ണാമ്പ് കണ്ട യക്ഷിയെ പോലെയാണ് പുള്ളി, ഓടിക്കളയും നിൽക്കില്ല. പിന്നെ പിടിച്ച് കെട്ടിയൊക്കെ മറ്റേ പീഡിപ്പിച്ചൊക്കെ വായിപ്പിക്കണം. അങ്ങനെയൊക്കെ ഞങ്ങൾ പല സമയത്തും വായിപ്പിക്കാറ്. അപ്പൊ അതുകൊണ്ട് തന്നെ പക്ഷെ എന്നാൽ ഭയങ്കര പ്രസൻസ് ഓഫ് മൈൻഡ് ആണ്. ഒരു കാര്യം നമ്മളൊരു മൊമെന്റിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ ആ മൊമെന്റിൽ അതിനെ പുള്ളി ക്യാരി ചെയ്യുന്ന ഒരു വിധം കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഗ്രേസ്ഫുൾ ആണ്. അത് ഇത്ര ഓർഗാനിക് ആയിട്ട് ഈ ഒരു ഷിഫ്റ്റ് നടത്താൻ പറ്റുമെന്നൊക്കെ ലേറ്റ്ലി എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മൾ ഈ KCF ഒക്കെ കാണുന്ന സമയത്ത് ഭയങ്കര പ്രൗഡാണ് അജുവേട്ടന്റെ കൂടെ നടന്ന് ആ ഒരു ജേർണി കാണാൻ പറ്റുന്നതിലൊക്കെ. ഒരു എനിക്കറിയത്തില്ല അത് എല്ലാവർക്കും റെസൊണേറ്റ് ചെയ്യുന്നുള്ളത്. പക്ഷെ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾ വളരെ ചെറിയ ഒരു കോമിക് റോളുകളിൽ നിന്നും പിന്നെ ഒരു എന്താ പറയുക സ്വഭാവ നടനെ പോലെ എല്ലാ സെറ്റുകളിൽ നിന്നും സെറ്റുകളിലേക്ക് അഭിനയിച്ച് നടന്ന് പിന്നെ വളരെ കാര്യമായി ഭയങ്കര സീരിയസ് ആയിട്ടും സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടും ലേയേഴ്സ് ഉള്ള കഥാപാത്രങ്ങളെ ഈസി ആയിട്ട് പ്ലേ ചെയ്യുന്ന ആ സമയത്ത് ഭയങ്കര ഭയങ്കര ഹാപ്പി അത് കാണാനായിട്ട്. അപ്പോൾ ഇത് പക്ഷേ ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ പുള്ളി മറ്റേ എനിക്ക് ഇതൊക്കെ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്, മറ്റേ ഇടയ്ക്ക് വന്നിട്ട് പറയും എനിക്ക് മറ്റേ കോമഡി ഒക്കെ ചെയ്യണം എന്നൊക്കെ. സോ ആ ടൈമിൽ ഞാൻ പറയുന്ന ഒരു കാര്യമായിരുന്നു നമുക്കൊരു ഒന്നുകൂടെ ഒന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കണം, പഴയ ആ ഒരു അബ്ദു കുട്ടു വൈബിലൊരു സാധനം അറ്റംപ്റ്റ് ചെയ്ത് നോക്കണം എന്നുള്ളത്. കമ്മിങ് ബാക്ക് ടു അനാർക്കലി, ഞങ്ങള് ഒരു ഏലിയൻ എന്നുള്ള രീതിയിൽ പുള്ളിക്കാരി പ്ലേ ചെയ്യുന്ന സമയത്ത് ഏലിയനകത്ത് കുറച്ചധികം ഏലിയനെ നമ്മൾ റിവീൽ ചെയ്തിട്ടില്ല പർപ്പസ്ഫുള്ളി. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് അധികം പുള്ളിക്കാരുടെ കാര്യങ്ങൾ വിട്ടു പറയാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ അധികം സംസാരം ഇല്ലാത്ത ഒരു മ്യൂട്ടായിട്ടുള്ള ക്യാരക്ടറാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതും അനാർക്കലിയുടെ ക്യാരക്ടറിന് പൂച്ചകളുമായി ഭയങ്കര ബന്ധമുണ്ട് ഈ പടത്തിനകത്ത്. അപ്പം ഞാൻ പറഞ്ഞതും അങ്ങനെയാണ്, പൂച്ചകളുടെ പ്ലാനറ്റിൽ നിന്ന് വന്ന ഒരു ഹ്യൂമനോയിഡ് ആണെങ്കിൽ എങ്ങനെയായിരിക്കും ബോഡി ലാംഗ്വേജ്, എങ്ങനെയായിരിക്കും പൂച്ചകളെ പോലെ ഒരു വീട്ടിൽ നടക്കുക എന്നൊക്കെയുള്ളതായിരുന്നു ഒരു ആനിമൽ രീതിയിൽ അതിനെ കൺസിഡർ ചെയ്യാമെന്നൊക്കെയുള്ള രീതിയിലായിരുന്നു നമ്മൾ പറഞ്ഞത്. മേ ബി അതിന്റെ ഒരു അനാർക്കലിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ എന്തൊക്കെ ഓവറാക്കി കഴിഞ്ഞാലും പുള്ളിക്കാരുടെ ഒരു സറ്റിലിറ്റിയിലെ പുള്ളിക്കാരെ അത് പ്ലേ ചെയ്യുള്ളൂ. ആ ഒരു സെൻസ് ഉണ്ട് ഭയങ്കരമായിട്ട്. ആ സെൻസ് ഒക്കെയാണല്ലോ ഈ ആക്ടേഴ്സിന്റെ വലിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ എത്രത്തോളം റിസ്ട്രിക്ട് ആയാലും ലൗഡ് ആയാലും ഇവരെന്ന് പറഞ്ഞ ലെൻസിൽ കൂടി ഈ അവരുടെ പെർഫോമൻസ് എന്നുള്ള ഔട്ട്പുട്ട് വരുന്ന സമയത്ത് ഇറ്റ്സ് എ തിങ് ടു വാച്ച് എക്സ്പീരിയൻസ്, കാണാനൊക്കെ ഭയങ്കര രസമാണ്. അപ്പോൾ അനാർക്കലി ഭയങ്കര സറ്റിലായിട്ട് ഭയങ്കര നൈസായിട്ട് അത് വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഗോകുലിന്റെ ആണെന്നുണ്ടെങ്കിൽ ഞങ്ങള് സെറ്റിലിരുന്ന് ഏറ്റവും കൂടുതൽ ഞാൻ കൂടെ ഇരുന്ന് റൈറ്റിംഗിൽ വരെ ഇംപ്രവൈസ് ചെയ്ത് ഗോകുലിന്റെ കൂടിയാ. ബിക്കോസ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും സ്പോണ്ടേനിയസ് ആയിട്ടുള്ള കുറെ തമാശകളൊക്കെ വരും. അപ്പം സെറ്റില് പകുതി സമയത്ത് സ്വയം ചളി അടിച്ചിട്ട് സ്വയം ചിരിക്കുന്ന ആളാണ് ഞാൻ അവിടെ വന്നിട്ട്. ബാക്കി പകുതി സമയത്ത് കലിപ്പായിരിക്കും. ഇപ്പം ഞാൻ ഇപ്പം അനാർക്കലി ഒരു ഇന്റർവ്യൂ പറയുന്നുണ്ടായിരുന്നു, ഞങ്ങള് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഭയങ്കര റെസ്ട്രെയിൻസിലും
കോവിഡിന്റെ സമയത്തുള്ള മറ്റേ കോവിഡ് പോളിസികളൊക്കെ ആയിരുന്നു നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ആ ടൈമിൽ എല്ലാം ക്രൂഷ്യൽ ആയതുകൊണ്ട് സിനിമാറ്റോഗ്രാഫറോടൊക്കെ വളരെ ടൈറ്റ് ആയിട്ടുള്ള ഒരു കെയോട്ടിക് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിലാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. അപ്പം എന്റെ ഫ്രണ്ട് സുജിത് സ്പൈ ആണ്, പുള്ളിയുടെ ഡെബ്യൂ ഇൻ ഫിലിം ആണ് ആക്ച്വലി. ഗ്രേറ്റ് ഫിലിം, ഒരു സിനിമാറ്റോഗ്രാഫർ ആണ്. അപ്പം അവൻ ഞാനിവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പകുതി സമയത്ത് ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അടി ഉണ്ടാക്കി അവിടെ നിന്ന് മുട്ടൻ ബഹളമൊക്കെ ആയിരിക്കും. അപ്പം അനർക്കലി പറയുന്നുണ്ടായിരുന്നു, ഒരു സെക്കൻഡ് മുമ്പ് കട്ട അടിയൊക്കെ ഉണ്ടാക്കിയിട്ട് അപ്പുറത്ത് മറിയുന്ന ചെളി പറയുന്നത് കാണാവുന്നു. സോ സെറ്റ് മൊത്തം ഞങ്ങൾ അങ്ങനെ ഒരു പിള്ളേരൊക്കെ അതിൻ്റെതായിട്ടാണെന്ന് തോന്നുന്നു. ഭയങ്കര രസമായിരുന്നു. ഈ ഗോകുലും ഞാനും പലപ്പോഴും എഴുതുന്ന സമയത്താണെങ്കിലും, ഐ മീൻ ഇതില് മോക്യുമെന്ററി ആയതുകൊണ്ട് നമ്മൾ നേരെ നോക്കി ബൈറ്റ്സ് കൊടുക്കുന്ന പോലത്തെ കുറെ രംഗങ്ങളുണ്ടല്ലോ. അപ്പോൾ അത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അത് നമ്മളൊരു സെക്ഷനായിട്ട് മാത്രമായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടാവുക സ്കെഡ്യൂളിലും. ഇന്ന് ബൈറ്റ് ഷൂട്ട് ചെയ്യുന്ന ദിവസം എന്ന് പറഞ്ഞാൽ നമ്മൾ ബൈറ്റ്സ് മാത്രമേ ഇത് എടുക്കുന്നുണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനെ ബൈറ്റ്സ് എടുക്കുന്ന സമയത്ത് ഞാൻ മറ്റേ ഗൂഗിളിന്റെ ഫ്രണ്ടിൽ ഇരുന്നൊക്കെ ആയിരിക്കും എഴുതുന്നത്. അപ്പം ചില സമയത്ത് ഗൂഗിൾ പറയും, ചേട്ടാ നമുക്ക് ഇങ്ങനെ ഒരു സാധനം ഷൂട്ട് ചെയ്താലോ. അപ്പൊ ഇൻഫാക്ട് ഇന്നലെ നമ്മൾ ഇറങ്ങിയ ട്രെയിലറിനകത്ത് ഗൂഗിള് സാറിന്റെ ബൈറ്റ് ഇന്റർഫിയർ ചെയ്തുകൊണ്ട് അകത്ത് വന്ന് കയറിയിട്ട് ഒരു AI ഡിവൈസ് എടുത്തുകൊണ്ട് പോകുന്ന ഒരു ഷോട്ട് ഉണ്ട്. അപ്പം ആ ഷോട്ട് ശരിക്കും പറഞ്ഞ ഗൂഗിൾ എന്നോട് പറഞ്ഞു, ചേട്ടാ നമുക്ക് ട്രെയിലറിന് വേണ്ടി നമുക്ക് ഇങ്ങനെ ഒരു പരിപാടി ഷൂട്ട് ചെയ്താലോ. ഗോൾഡിനും ലഹരി മരുന്നിനും പകരം ആളുകൾ പെട്രോൾ സ്മഗിൾ ചെയ്യാൻ തുടങ്ങി. വാട്ട് യു വാണ്ട്? അത് പിന്നെ രാഘവനോട് മഴ പെയ്യുന്നുണ്ടോന്ന് ചോദിക്കാനായി. ക്യാമറ കണ്ടു കഴിഞ്ഞാൽ പുറകെ കിടന്ന് തള്ളുന്നതിന് അന്നും എന്നും ഒരു ചേഞ്ചു. സ്വല്പം ഹിസ്റ്ററി ബൈറ്റ്. ശങ്കർ ശർമ്മയാണ് മ്യൂസിക്. ഇനിഷ്യലി തുടങ്ങിയപ്പോൾ പ്രശാന്ത് പിള്ളയായിരുന്നു. പിന്നെ പുള്ളി കാനഡയിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് പുള്ളിയുടെ ഏറ്റവും നല്ല ശിഷ്യനിലെ എന്നെ പിടിച്ചേൽപ്പിക്കുകയായിട്ട് ഞാൻ സായന വാർത്തകൾ ഇതിനു മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു ശങ്കറിന്റെ ഒരു 2 ആസ്പെക്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫെസ്റ്റിവൽ വേർഷൻ വാസ് ടു ഇന്ത്യൻ, ടു സൗത്ത് ഇന്ത്യൻ ആയിരുന്നു. എനിക്ക് ശങ്കർ ബേസിക്കലി ഡാഫ്റ്റ് പങ്കിനെ ഡിസ്കവർ ചെയ്യുന്നത് ഈ മൂവി കൂടിയാണ്. അപ്പൊ ഞാൻ ഭയങ്കര ഡാഫ്റ്റ് പങ്ക് ഫാനാണ്. അപ്പം ഡാഫ്റ്റ് പങ്ക്, പിങ്ക് ഫ്ലോയിഡ് ഒക്കെ നമ്മൾ ഡെയിലി ബേസിസിൽ നമ്മുടെ പ്ലേലിസ്റ്റിൽ ഇങ്ങനെ ത്രൂ ഔട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. നമ്മുടെ വർക്കിലും ഡെയിലി സ്ട്രൈവ് ചെയ്യുന്ന മ്യൂസിക് അത് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. അപ്പം ശങ്കർ ഡാഫ്റ്റ് പങ്ക് ഡിസ്കവർ ചെയ്തപ്പോൾ ഭയങ്കരമായിട്ടും അതിന്റെ ഒരു ഫ്ലേവറും അതിന്റെ ഒരു മൊത്തത്തില് ഭയങ്കര എനിക്കിഷ്ടമുള്ള ഭയങ്കര മ്യൂസീഷ്യനാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഗഗനചാരി എന്ന് പറയുന്നത് അൾട്ടിമേറ്റ്ലി ഒരു സൗണ്ട്സ്കേപ്പ് പ്ലസ് സൗണ്ട്സ്കേപ്പിന്റെയും കൂടിയാണ് ഗഗനചാരി എന്ന് പറയുന്നത്. കാരണം ഫ്യൂച്ചറിന്റെ ഒരു സൗണ്ട്, ഫ്യൂച്ചറിൽ എങ്ങനെയാണ് നമ്മൾ കാര്യങ്ങളെ ഭയങ്കരമായിട്ടും ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് ഉണ്ടാവുന്ന കാര്യങ്ങളെ നമ്മൾ അവതരിപ്പിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു ഡ്രാമ ഉണ്ടല്ലോ, ആ ഡ്രാമയെ ഭയങ്കരമായിട്ടും കില്ല് ചെയ്തേക്കുന്നത് ശങ്കറിന്റെ മ്യൂസിക്കാണ്. ആ ഡ്രാമയെ നമ്മൾ മാക്സിമം മോക്യുമെന്ററിയിൽ നമ്മൾ ഒഴിവാക്കാൻ നോക്കിയിട്ടുണ്ട്. ആ കില്ലിങ് മൊത്തം നടന്നേക്കുന്നത് ശങ്കറിന്റെ മ്യൂസിക് വഴിയാണ്. സോ ഭയങ്കര പിക്കുലറാണ് ഇന്നത്തെ മ്യൂസിക് എന്ന് ഞങ്ങൾ കരുതുന്നു. ആൻഡ് ആൽബം ഭയങ്കര ഫേവറേറ്റ് ആണ് ഞങ്ങളുടെ. ഭയങ്കര കുറച്ചധികം EDM, കുറച്ചൊരു റെട്രോ കൈൻഡ് ഓഫ് പഴയ നമ്മളുടെ സാമ്പിൾസ് നമ്മൾ ഒരുപാട് ഡാഫ്റ്റ് പങ്ക് എങ്ങനെയാണ് പ്രോഗ്രാം ചെയ്യുന്നത് എന്നുള്ളതനുസരിച്ച് നമ്മൾ ഭയങ്കര പഴയ സോങ്സിന്റെ സാമ്പിൾസ് നമ്മൾ യൂസ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ഭയങ്കര റെട്രോ ഗോൾഡ് സോങ് ഉണ്ടല്ലോ, ഇത് ബാസിഗറിലെയാണെന്ന് തോന്നുന്നു. ആ സോങ്ങിന്റെ ഒരു സാമ്പിൾ ആണ് നമ്മൾ ഈ മിത്താണോ എന്ന് പറഞ്ഞിട്ടൊരു സോങ് ഉണ്ട് നമ്മളിപ്പോ ട്രെയിലറിലൊക്കെ യൂസ് ചെയ്തേക്കുന്നത്, പാതാളം എന്ന് പറഞ്ഞിട്ട് സോങ്. അപ്പൊ അതിലൊക്കെ സാമ്പിൾസ് അങ്ങനെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു ടൈറ്റിൽ ട്രാക്ക് ഉണ്ട് പടത്തിനകത്ത്. ആ ട്രാക്കും ബേസിക്കലി എനിക്ക് എന്റെ ഭയങ്കര ഫേവറേറ്റ് ആണ്. അതും ഈ പറഞ്ഞ പോലെ ഞങ്ങള് എന്റെ ഫ്രണ്ട് രാഹുൽ മേനോൻ US-ലുള്ള, അവൻ ഇപ്പോ റൈറ്റേഴ്സ് ഗിൽഡ് ഓഫ് അമേരിക്കയിൽ വർക്ക് ചെയ്യുന്ന അവിടുത്തെ US ഫിലിം പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പം അവൻ ലിറിക് എഴുതി ഇവാൻ ടീലി എന്ന് പറഞ്ഞിട്ട് US-ലുള്ള ഒരു സിംഗർ റാപ്പ് ചെയ്തിട്ടുള്ള ഒരു സോങ് കൂടിയാണ്. അപ്പം കുറെ ആൾക്കാർ നമ്മൾ ഈ ഇപ്പോഴത്തെ ന്യൂ ഏജ് മീഡിയത്തിന്റെ ഒക്കെ ഒരു ഹെൽപ്പ് ഭയങ്കരമായിട്ട് ഈ മ്യൂസിക് പ്രൊഡക്ഷനൊക്കെ ഉണ്ടായിട്ടുണ്ട്. US-ൽ ഇരുന്നുള്ള ഒരു ഫൈവറിലും മേ ബി അവിടുത്തെ വളരെ ചെറിയ ഇവന്റ്സിലും ഒക്കെ ലൈവായിട്ടൊക്കെ പാടിക്കൊണ്ടിരുന്ന ഒരു മച്ചാനാണ് ഈ ഇവാൻ ടീലി എന്ന് പറയുന്നത്. അപ്പം പുള്ളിക്ക് രാഹുൽ കാരണം ലോസ് ആഞ്ചലസ് ഇരുന്ന് നമ്മുടെ മൂവിയിലേക്ക് സഹായിക്കാനും നമ്മുടെ മൂവിക്കകത്ത് പാടാനും, ഈവൻ പുള്ളി ഗഗനചാരി എന്ന് പാടിയിട്ട് പുള്ളി നമ്മളോട് ചോദിച്ചു എന്താ അതിന്റെ മീനിങ് എന്താണെന്നൊക്കെ പുള്ളി നമ്മളോട് ചോദിച്ചു. അപ്പം ആ രീതി കുറെ ആർട്ടിസ്റ്റ്, ഇന്റർനാഷണൽ ആർട്ടിസ്റ്റുമായിട്ടൊക്കെ ക്ലബ് ചെയ്യാനും അവരുമായിട്ടൊക്കെ സഹകരിക്കാനും ഒക്കെയുള്ള കുറെ ഭാഗ്യം ഇത് കാരണം ഉണ്ടായിട്ടുണ്ട്. എഡിറ്റിംഗ്, പോസ്റ്റ് പ്രൊഡക്ഷനിൽ ചെയ്തിട്ടുള്ള ആളുകള്, എഡിറ്റിംഗ് ഡൺ ബൈ CJ അച്ചു. ഈ പറഞ്ഞ പോലെ തന്നെ എനിക്ക് തോന്നുന്നു ഫ്യൂച്ചറിൽ മേ ബി മലയാളം സെലിബ്രേറ്റ് ചെയ്യേണ്ട ആൾക്കാരായി. അച്ചു ഒരു എന്താ പറയാ, ഒരു നമ്മളിപ്പോ അച്ഛന്റെ പ്രൊഫൈൽ കയറി കാണുമ്പോൾ മനസ്സിലാവും, ഒരു എഡിറ്റർ ഒന്നും വിളിക്കാൻ പറ്റില്ല, ഒരു ഭയങ്കര വിഷ്വൽ സ്റ്റൈലിസ്റ്റ് ആണ് അച്ചു. ഒരു കൈൻഡ് ഓഫ് ഒരു സാക് സ്നൈഡറിന്റെ ഒക്കെ ഒരു സോണിൽ വരുന്ന ആളാണ്. അപ്പം
അച്ചു ഇസ് എവറിത്തിങ്. അച്ചു ഇസ് നോട്ട് ജസ്റ്റ് ആൻ എഡിറ്റർ. അച്ചു ഫോട്ടോഗ്രാഫറാണ്, അച്ചു ഗ്രാഫിക് ഡിസൈനറാണ്, അച്ചു മ്യൂസീഷ്യനാണ്. അപ്പോ അതൊക്കെ നമ്മുടെ മൂവിക്കകത്ത് അതൊക്കെ റിഫ്ലക്ട് ചെയ്യുന്നതാണ് അതിന്റെ ഒരു. എനിക്ക് അങ്ങനത്തെ ആർട്ടിസ്റ്റുമായിട്ടൊക്കെ വർക്ക് ചെയ്യണം. അച്ചുവായിട്ട് ലോങ് ടൈം ഫ്രണ്ട്സ് ആണ്. അച്ചു ഈവൻ നടികറിന്റെ ഒക്കെ മെയിൻ ഒരു എല്ലാ അതിന്റെ എസ്തെറ്റിക്സിലൊക്കെ ഒരുപാട് ഇൻവോൾവ് ആയിരുന്നു അച്ചു. ആ, ആ, ലാൽ ജൂനിയറിന്റെ ഒക്കെ വളരെ ക്ലോസ് അസോസിയേറ്റ് ആണ്. പക്ഷെ എന്നാ നമ്മള് മൂവിയിലാണ് ശരിക്കും പറഞ്ഞാൽ അവന് പറ്റിയ ടൈലർ മെയ്ഡ് സ്റ്റഫ് ആയിരുന്നു. സോ അങ്ങനെ ഞങ്ങൾ കുറെ കൊച്ചിയിലെ കുറെ അണ്ടർഡോഗ്സ് ഒരുമിച്ചതാണ്. Yeah. വണ്ടർഫുൾ. അതില് ഈ അജിത് വിനായകയെ കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ അത് ഇൻകംപ്ലീറ്റ് ആവും തോന്നുന്നു. ഉറപ്പായിട്ടും അതാണ് എനിക്ക് തോന്നുന്ന ഒരു മേജർ ആസ്പെക്ട് ആണ് പ്രൊഡക്ഷനെ പറ്റി പറയേണ്ടതെന്ന് തോന്നുന്നു. പ്രൊഡക്ഷൻ എന്ന് പറയുമ്പം ഇതിനു മുമ്പ് ഒരു 6 പ്രൊഡ്യൂസേഴ്സിനെ ഞാൻ പോയി കണ്ടിട്ടുണ്ട്. ഈ 6 പ്രൊഡ്യൂസറും ഈ ഏലിയൻ അല്ലെങ്കിൽ നമ്മള് പോർട്ടൽ, മേ ബി വേറൊരു ഡയമെൻഷൻ എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ വേർഡ്സ് കേട്ട് തന്നെ എന്നെ ഇങ്ങനെ നോക്കുന്ന എനിക്ക് ഓർമ്മയുണ്ട്. അത് നോക്കുന്ന വെച്ച് കഴിഞ്ഞാൽ അറിയത്തില്ലെന്നുള്ള രീതിയിലല്ല കേട്ടോ ഞാൻ പറഞ്ഞു. ഒരിക്കലും അവർക്കൊരു അതിനെപ്പറ്റി ധാരണ ഇല്ലെന്നൊന്നുള്ള രീതിയിലല്ല പറയുന്നത്. ഇവൻ എന്തിനാണ് ഇങ്ങനത്തെ സാധനങ്ങൾ വന്ന് ഇവിടെ വന്നിരുന്ന് പറയുന്നത്? ഇവന് മലയാള സിനിമ ചെയ്യാനല്ലേ ആഗ്രഹം എന്നുള്ള രീതിയിലുള്ളൊരു നോട്ടം. ഇവന് രക്ഷപ്പെടാൻ ആഗ്രഹമില്ല. ഇവൻ സാജൻ ഡിഗ്രി ചെയ്തിട്ട് ഇരിക്കുന്ന സമയത്താണ് ഇവൻ ഇങ്ങനെ ഒരു സാധനം ചെയ്യേണ്ടത്. ഈ മാതൃകയില്ല ഇതിന് നമ്മൾ ഈ പറയുമ്പോൾ ആർക്കൊക്കെ അറിയാവുന്ന. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എങ്ങനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യുന്നു അങ്ങനെ ഇരിക്കും. പക്ഷെ ഞാൻ ഒരു 6 പ്രൊഡ്യൂസറിന്റെ അടുത്ത് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ എന്റെ ഉള്ളിലെ മെഴുകുതിരി കെടാറായിരിക്കുന്ന സമയത്താണ് ഗണേശ് സാറിനെ പോയി നമ്മൾ കാണുന്നത്. സാറ് സാറിന്റെ റൂമിനകത്ത് മറ്റേ ചെറിയ ഹോട്ട് വീൽസിന്റെ കാറും മിനിയേച്ചറൊക്കെ ഇങ്ങനെ ഓടിച്ചോണ്ടൊക്കെയാണ് സാറ് കഥ കേൾക്കുന്നത്. അപ്പം അതൊരു ബിസ്കിഡ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി. അപ്പം കഥ കേട്ട് പുള്ളിക്ക് അപ്പം തന്നെ ഇഷ്ടപ്പെട്ടു. പുള്ളി അപ്പം തന്നെ പ്രൊഡ്യൂസറിനോട് സജസ്റ്റ് ചെയ്തു. അങ്ങനെയാണ് നെക്സ്റ്റ് ഡേ അജിത് വിനായക് എനിക്ക് അഡ്വാൻസ് തരികയായിരുന്നു നെക്സ്റ്റ് ഡേ. സോ അത്രയും ബ്രീസി ആയിരുന്നു കാര്യങ്ങൾ സാറ് വന്നു കഴിഞ്ഞപ്പോൾ. അജിത് വിനായകായിട്ടുള്ള എന്റെ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഒരു വാക്കിലൊന്നും പറഞ്ഞ് നമ്മൾ വെറുതെ ഔപചാരികമാവുന്നില്ല. മലയാള സിനിമയിൽ ഇങ്ങനത്തെ ഒരു പ്രീമാതൃക ഇല്ലാത്ത, ആരെങ്കിലും കേട്ടാ വട്ടാണെന്ന് പറയുന്ന, പ്രീവിയസ്ലി ഒരു മൂവി ചെയ്ത് വിജയിപ്പിക്കാത്ത ഒരാൾക്ക് ഇങ്ങനത്തെ ഒരു കണ്ടന്റ് ചെയ്യാനായിട്ട് ഒരാളെ ഇനേബിൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ അത്രയും വലിയ ഒരു സർട്ടിഫിക്കേഷൻ അവർക്ക് കൊടുക്കാനില്ല എന്നുള്ളതാണ് എനിക്ക് ബേസിക്കലി പറയാനുള്ളത്. പിന്നെ അവരെ ആൾക്കാർ ജഡ്ജ് ചെയ്യുന്നതും അവരുടെ പ്രീവിയസ് ആയിട്ടുള്ള ഡൂംഡ് ആയി പോയി എന്ന് പറഞ്ഞിട്ടുള്ള പിക്ചറൊക്കെ വെച്ചിട്ടാണ്. ഭയങ്കര ആത്മാർത്ഥമായിട്ട് മൂവി ചെയ്യണമെന്ന്, പാഷനേറ്റ് ആയിട്ട് മൂവി ചെയ്യണം എന്നൊക്കെയുള്ള ആഗ്രഹമുള്ള ആൾക്കാരാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇനി കുറെ പുതിയ ഫിലിം മേക്കേഴ്സ് അല്ലെങ്കിൽ മേ ബി ആസ്പയർ ചെയ്യുന്ന കുറെ ഫിലിം മേക്കേഴ്സിന് ഒരു പെർഫെക്റ്റ് അഡ്രസ് ആയിരിക്കും പോയി വാതിൽ മുട്ടാനായിട്ട് അജിത് വിനായകാന്ന് തോന്നുന്നു. കാരണം അതിന്റെ അത്രയും മലയാള സിനിമയിൽ ഒരു നല്ല അഡ്രസ്സ് ഇങ്ങനത്തെ ഒരു മൂവി ചെയ്തിട്ട് ഒരു അഡ്രസ് ഉണ്ടാക്കാൻ വേറൊരാൾക്ക് പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു. സോ ഫോർ അവർ ഗ്രേറ്റ്ഫുൾ അജിത് സാറിനോടും അജിത് സാറിന്റെ കൂടെ നിന്ന് എല്ലാം ചെയ്തു തരുന്ന ശരത് എന്ന് പറഞ്ഞിട്ടുള്ള അജിത് വിനായകയുടെ ഓൾ ആൻഡ് ഓൾ ആയിട്ടുള്ള ആൾക്കാർ. 2 years നമ്മൾ ഫെസ്റ്റിവൽ വേണ്ടിയിട്ടൊക്കെ നമ്മൾ കുറെ ഫെസ്റ്റിവൽസിൽ പോയി നമുക്ക് അവാർഡ്സ് കിട്ടി, നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പക്ഷെ എന്നാലും നമ്മളിത് കുറെ ആൾക്കാരെ നമുക്കൊന്ന് എക്സിബിറ്റ് ചെയ്യാൻ പറ്റാത്തൊരു വിഷമം എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പം റീസെന്റ് കഴിഞ്ഞ ജാനുവരിയിൽ നമുക്ക് ഒരു കേരള കോമിക് ബ്രദർഹുഡിന്റെ ഒരു ഷോ ഉണ്ടായിരുന്നു കൊച്ചിയിൽ. സോ ആ സമയത്താണ് നമ്മൾ ഭയങ്കര ഒരാൾക്കും പെയ്ഡ് അല്ലാത്ത, തീർച്ചയായിട്ടും ഒരു രീതിയിലും വെയിറ്റ് ചെയ്യാത്ത നല്ല കുറച്ച് നമ്മൾ ആഗ്രഹിച്ച 18 മുതൽ 24 വരെയുള്ള വയസ്സ് വരെയുള്ള ആൾക്കാർ പിള്ളേരാണ് വന്ന് പടം കിട്ടുന്നത്. അപ്പോൾ അവരുടെ ഇടയിൽ നിന്നാണ് നമ്മൾ ആദ്യത്തെ റിസപ്ഷൻ കിട്ടിയിട്ട് നമുക്കൊരു കോൺഫിഡൻസ് കിട്ടുന്നത്. സോ ആ ടൈം തൊട്ടിട്ട് നമ്മളിങ്ങനെ പുഷ് ചെയ്യുന്നുണ്ട് അതിന്റെ റിലീസും കാര്യങ്ങളൊക്കെ. എനിക്ക് തോന്നുന്നു ഇപ്പം എല്ലാം കൊണ്ട് മുത്തുവന്ന സമയമാണെന്ന് തോന്നുന്നു. കൽക്കിയൊക്കെ റിലീസ് ആവുന്നുണ്ട്. സോ മേ ബി മൊത്തത്തിൽ ഇന്ത്യയിൽ അതിന്റെ ഒരു അറ്റ്മോസ്ഫിയർ ഇസ് ഗുഡ് എന്ന് തോന്നുന്നു. സിനിമ എന്ന് പറയുന്നത് വെൽ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ നിന്ന് അവരുടെ ഒരു പുതിയ സിനിമ ഉണ്ടാക്കിയെടുക്കുക എന്നതിനേക്കാളും ഉപരി സ്വപ്നം കാണുന്നവനെ അതിനെ എനേബിൾ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണെന്നാണ് തോന്നുന്നു. ഒറ്റ ബാക്കി പറയുകയാണെങ്കിൽ അത് പറയുമ്പോൾ തന്നെ കിട്ടുന്നുണ്ട് അതിന്റെ ഒരു ഹൗ ദേ ലുക്ക് അറ്റ് ഫിലിംസ്. ഒരു കാര്യം കൂടി പറഞ്ഞ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോറായിട്ട് ശിവ എനിക്ക് തോന്നുന്നു പ്രിയദർശൻ സാറിന്റെ അസിസ്റ്റന്റ് ആയിട്ട് നമ്മളുടെ മരക്കാർ കഴിഞ്ഞിട്ട് നിൽക്കുന്ന സമയത്താണ് സാജൻ ബേക്കറുടെ സെറ്റ് വിസിറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ പരിചയപ്പെടുന്ന കാര്യങ്ങളൊക്കെ. അപ്പം ഭയങ്കര എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ശിവയുടെ ആ ഒരു തിരുവിതാംകൂർ ശൈലിയിലുള്ള അവന്റെ കാഴ്ചപ്പാടുകളും സംസാരം കാര്യങ്ങളൊക്കെയാണ്. അപ്പം ശിവയെ ഞാനും പെട്ടെന്ന് ആ രീതിയിൽ, ഞാനും ഒരു പത്തനംതിട്ടക്കാരനാണ്. അപ്പൊ നമുക്ക് ഈ കൊല്ലം തിരുവനന്തപുരം തമാശകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പണ്ടത്തെ പ്രേം സാറിന്റെ രീതിയിലത്തെ കളിക്കാനുള്ള കളിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മളത് ആ രീതിയിൽ നമ്മൾ പെട്ടെന്ന് നമുക്ക് ഒരു തോട്ട്സിനും നമ്മുടെ ഐഡിയാസിനും ഒക്കെ ഒരു അലൈൻമെന്റ് ഉണ്ടായിരുന്നു. മ്യൂച്വലി ഒരു റെസ്പെക്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിത് എഴുതി തുടങ്ങുന്ന സമയത്താണെങ്കിൽ പോലും
ശിവയുടെ ഒരു നേച്ചർ അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി ഞാൻ കാണുന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് എന്തും ത്രോ ചെയ്യുക. അതായത് നമ്മളിപ്പോ ഒരു റൈറ്ററിന്റെ അടുക്കൽ ഒരു അബ്സേർഡിറ്റി അല്ലെങ്കിൽ നമ്മളൊരു ഭയങ്കര വിയേർഡായിട്ടുള്ള ഒരു സാധനം ത്രോ ചെയ്യുന്ന സമയത്ത് അവർ ചിലർക്കത് മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ അവർ ഭയങ്കരമായിട്ടും അതിനെ ഉൾക്കൊള്ളാത്ത രീതിയിൽ സംസാരിക്കും. പക്ഷെ ശിവയുടെ ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റാൻഡം ഐഡിയാസ് ത്രോ ചെയ്യാം ആൻഡ് ഹിൽ ബി ലൈക്ക് ആ ആ ആ ഇതൊന്നും പറഞ്ഞിട്ട് പുള്ളി ഇരുന്നിട്ട് അതിനനുസരിച്ചിട്ട് അവനും ഒരു സൈഡിൽ നിന്ന് നമ്മളിങ്ങനെ മുകളിലോട്ട് കൊണ്ടുപോകും. സോ ഞാൻ വിചാരിക്കുന്നത്, എനിക്ക് തോന്നുന്നു ഒരു ഫിലിം മേക്കർ എന്നുള്ള രീതിയിലും ഞാൻ ശിവയെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അടുത്ത് തന്നെ അവനൊരു നല്ല രീതിയിൽ അതിന് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് അവൻ്റെ ഒരു ഫിലിമിനും ഐ എം ഓൾസോ ലുക്കിംഗ് ഫോർവേഡ്. ബിക്കോസ് ഭയങ്കര ഈ പറഞ്ഞ പോലെ വളരെ നേറ്റീവ് ആയിട്ടുള്ള ഒരു അപ്ബ്രിങ്ങിങ്ങും അതേപോലെ തന്നെ ഗ്ലോബലി ഉള്ള ഫിലിംസിന്റെ ഒക്കെ നല്ല രീതിയിലുള്ള ഒരു പോപ്പുലർ കൾച്ചർ നോളജ് ഒക്കെ ഉള്ള ആളാണ്. അപ്പോൾ ലുക്കിംഗ് ഫോർവേഡ് ടു ഹിസ് ഫസ്റ്റ് ഫിലിം ആക്ച്വലി. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ചേട്ടനും കണ്ടിട്ട് പറയൂ എങ്ങനെയുണ്ടെന്ന്.